ശബരിമല സന്നിധാനത്ത് അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പോലീസ് പറയുന്നത് 94,000-ലധികമാണെങ്കിൽ പോലും അതിലുമേറെ അയ്യപ്പന്മാർ ഇവിടെ എത്തിയെന്നാണ് പോലീസ് തന്നെ അനൗദ്യോഗികമായി പറയുന്നത്. കാരണം ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത് വിർച്വൽ ക്യൂ വഴി ഒരു അയ്യപ്പൻ തൻ്റെ പേര് ബുക്ക് ചെയ്താലും അയാളുടെ കൂടെ 4-5 പേരാണ് അധികമായി കയറി വരുന്നത്. ഈ കണക്ക് നിലവിൽ ബുക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 1.25 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി എന്നൊരു അനൗദ്യോഗിക കണക്കാണ് പോലീസ് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തതിനേക്കാൾ അയ്യപ്പന്മാർ ആ സംഘത്തിനൊപ്പം വരുന്നു. അതിനു പുറമെ സ്പോട്ട് ബുക്കിംഗ് വരുന്നു. അതിനു പുറമെ പരമ്പരാഗത പാത വഴിയും സത്രം വഴിയും വരുന്നവരുടെ എണ്ണം കൂട്ടുന്നു. സിവിൽ ദർശനത്തിന് വരുന്നവരും കൂടെ. അപ്പോൾ അത് 1.25 ലക്ഷത്തിലധികം പേർ എത്തിയെന്ന് പോലീസ് അനൗദ്യോഗികമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ തിരക്കാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്. പമ്പ മുതൽ സന്നിധാനം വരെ ഒരു അയ്യപ്പന് വരണമെങ്കിൽ 10 മണിക്കൂറിലധികം സമയം ഏറ്റവും ചുരുങ്ങിയത് വേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. മാത്രമല്ല പമ്പയിൽ തന്നെ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനു പുറമെ പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും അയ്യപ്പന്മാർ വരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഇപ്പോൾ പോലീസ് പ്രായോഗികമായിട്ട് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത്. അതായത് ചെങ്ങന്നൂരും കോട്ടയത്തും എരുമേലിയിലുമൊക്കെ അയ്യപ്പന്മാരെ തടഞ്ഞു വെച്ച് ഇവിടുത്തെ തിരക്ക് നിയന്ത്രിച്ച് മണിക്കൂറുകൾ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് കടത്തിവിടുക എന്നൊരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പമ്പയിലും നിലയ്ക്കലും കഴിഞ്ഞ തവണത്തെ പോലെ വാഹനങ്ങൾ ഒരുപാട് സമയം കാത്തു നിർത്തി അല്ലെങ്കിൽ അയ്യപ്പന്മാരെ തടഞ്ഞു നിർത്തിയാൽ ആ സാഹചര്യങ്ങൾ മോശമാക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തിരക്ക് ഇനിയും കൂടാനുള്ള സാധ്യതയാണ്. ക്രിസ്മസ് അവധി ദിവസങ്ങൾ വരാൻ പോവുകയാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ പ്രളയം കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് ട്രെയിൻ സർവീസുകളിലും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇന്നലെ മുൻപ് വരാൻ ഉദ്ദേശിച്ച അയ്യപ്പന്മാർ കൂടി സന്നിധാനത്തേക്ക് എത്തും. അപ്പോൾ തിരക്ക് പ്രതീക്ഷിക്കുന്നതിലും അധികമാകാനാണ് സാധ്യത. സന്നിധാനത്തെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്നും പരമാവധി വേഗത്തിൽ ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 4,000-ലധികം പേരാണ് ഇപ്പോൾ 18-ാം പടി കയറുന്നത്. അതായത് 1 മിനിറ്റിൽ 60-നും 70-നും ഇടയിൽ. ഇതാണ് പരമാവധി വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതിന് പുറമെ മണിക്കൂറുകൾ വരി നിൽക്കേണ്ടി വരുന്ന അയ്യപ്പന്മാർ പലപ്പോഴും പ്രതിഷേധിക്കുന്നുണ്ട്. പോലീസിന്റെ നിയന്ത്രണങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല, നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. അത്തരത്തിൽ പോലീസുമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ പരമാവധി അയ്യപ്പന്മാരെ സമയമെടുത്ത് സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നുള്ള വഴിയാണ് മുൻപിലുള്ളത്. ഒപ്പം തന്നെ കാത്തു നിൽക്കുന്നവർക്ക് കൃത്യമായ ഭക്ഷണവും വെള്ളവും എത്തിക്കുക, അതിനുവേണ്ട നടപടികളും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പറയേണ്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യം, സന്നിധാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ മണിക്കൂറുകൾ എടുത്തതിന് ശേഷം മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പമ്പ മുതൽ സന്നിധാനം വരെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിലേക്ക് നിലയ്ക്കലിലേക്ക് അയ്യപ്പന്മാരെ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. കോട്ടയം, ചെങ്ങന്നൂരും എരുമേലിയിലുമൊക്കെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ഉറപ്പാക്കി നിയന്ത്രിച്ചതിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ ഇവിടേക്ക് കൊണ്ടുവരിക എന്നൊരു ആലോചനയാണ് പോലീസിന്റെ ഭാഗത്തുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസിനെ ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. കാരണം മണ്ഡലപൂജ വരാനിരിക്കുകയാണ്. അത്തരത്തിലാണ് സന്നിധാനത്തെ കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. വലിയ തിരക്ക്, അഭൂതപൂർവമായ തിരക്കിലേക്കാണ് സന്നിധാനം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18.